മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച തെരഞ്ഞെടുപ്പ് ഫലം മഹാവികാസ് അഘാടി സഖ്യം 29 സീറ്റുകളിൽ വിജയം കണ്ടപ്പോൾ ബിജെപി നയിച്ച മഹായുതി 18 സീറ്റുകളിൽ ഒതുങ്ങി. പ്രതിപക്ഷ പാർട്ടികളെ പിളർത്തിയും ചിഹ്നം കവർന്നും എൻഡിഎ സഖ്യത്തെ ശക്തിപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളാണ് പാളിയത്. അതേസമയം യഥാർത്ഥ പാർട്ടിയെ നയിക്കുന്നത് തങ്ങളാണെന്ന് തെളിയിക്കുകയായിരുന്നു താക്കറെയും ശരത് പവാറും. മഹാരാഷ്ട്രയിൽ 48 മണ്ഡലങ്ങളിലെയും ഫലസൂചനകൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ മഹാവികാസ് അഘാടി സഖ്യത്തിന് നിർണായകമായി. ശിവസേനയെ പിളർത്തി എൻഡിഎയ്ക്കൊപ്പം പോയ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തെയും എൻസിപിയെ പിളർത്തി എൻഡിഎയിൽ ചേർന്ന അജിത് പവാർ പക്ഷത്തെയും ജനം തള്ളിക്കളഞ്ഞു. ഇതോടെ മഹാരാഷ്ട്രയിൽ യഥാർത്ഥ ശിവസേനയും എൻസിപിയും തങ്ങളാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഉദ്ധവ് താക്കറെയും ശരത് പവാറും. തൊഴിലില്ലായ്മ ഉൾപ്പെടെ ഇന്ത്യ മുന്നണി ഉയർത്തിയ വിഷയങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചെന്ന് വേണം കരുതാൻ. യഥാർത്ഥ പാർട്ടി നയിക്കുന്നത് തങ്ങളാണെന്ന് ഉദ്ധവ് താക്കറെയും ശരത് പവാറും തെളിയിച്ചതോടെ അങ്കലാപ്പിലായിരിക്കുകയാണ് വിമതപക്ഷ നേതാക്കൾ. ശിവസേനയെ നെടുകെ പിളർത്തി മഹാവികാസ് അഘാടി സർക്കാരിനെ അട്ടിമറിച്ചതിന് പുറകെ എൻസിപിയെ പിളർത്തി അജിത് പവാറിനെയും കോൺഗ്രസ് നേതാക്കളെയും കൂടെ നിർത്തിയായിരുന്നു ബിജെപിയുടെ ആദ്യ കരുനീക്കം. പിന്നീട് അഴിമതി അന്വേഷണങ്ങൾ നേരിടുന്ന നേതാക്കളെയും സഖ്യത്തിൽ ചേർത്ത് വിശുദ്ധരാക്കി. ഇതെല്ലാം സാധാരണ ജനങ്ങൾക്കിടയിലും പ്രാദേശിക നേതാക്കൾക്കിടയിലും വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം മഹാവികാസ് അഘാടി സഖ്യത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വിമത നീക്കം നടത്തി ഒന്നുമാകാൻ കഴിയാതെ പോയ ഇടഞ്ഞു നിൽക്കുന്ന ശിവസേന എൻസിപി എംഎൽഎമാരുടെ മടങ്ങിപ്പോക്കിനും ഈ തെരഞ്ഞെടുപ്പ് ഫലം കാരണമായേക്കും. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.